കേരളത്തിലെ വയോജനങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളാകുന്നു. രണ്ടാം പിണറായി സർക്കാർ കാലാവധി തീർക്കുമ്പോൾ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപിത നയം. എന്നാൽ സംസ്ഥാന ബജറ്റിൽ ഇത്തവണയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഇടയില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലവിലെ പെൻഷൻ തുക പോലും കൊടുത്തു തീർക്കാൻ പറ്റാത്തത്ര സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. ബജറ്റ് അവതരണം നടത്തുന്ന ഫെബ്രുവരി കൂടി ചേർത്താൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക 6 മാസമാകും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ടിങ്ങോട്ട് ഇത്ര വലിയ കുടിശ്ശിക ഇതാദ്യമാണ്. പ്രതിമാസം 900 കോടി വകയിരുത്തുമെന്നും ക്ഷേമ പെൻഷൻ അടക്കം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ സർക്കാർ പക്ഷേ പെൻഷൻ തുക കൂട്ടാൻ ഇത്തവണ തയ്യാറായേക്കില്ലെന്നാണ് സൂചന. പെൻഷൻ ലീഗ് പണം വകയിരുത്താൻ കഴിഞ്ഞ ബജറ്റിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് വഴി സമാഹരിച്ചത് 750 കോടി രൂപ മാത്രമാണ്. ധനസ്ഥിതി അനുകൂലമല്ലെന്ന നിലപാടും ധനമന്ത്രി എടുത്തിട്ടുണ്ട്. അതേസമയം നേരിട്ടിടപെടുന്ന മേഖലകളിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണയും ഉണ്ടാകുമെന്നാണ് സൂചന. സപ്ലൈകോ അടക്കം പൊതുജനങ്ങളോട് നേരിട്ടിടപെടുന്ന മേഖലകളിൽ അനുകൂലമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾക്കും ഇത്തവണ സാധ്യതയുണ്ട്. സപ്ലൈകോയിലെ ക്ഷാമം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകുമെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ്. നെല്ല് സംഭരണ വിലയിൽ തുടങ്ങി കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പണം തടസ്സമാകാതിരിക്കാനുള്ള കരുതലും ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈഫ് അടക്കം സർക്കാരിന്റെ അഭിമാന പദ്ധതികൾക്ക് സാമ്പത്തിക ഞെരുക്കം ബാധകമാകാതിരിക്കാൻ ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങൾ തന്നെയാകും സംസ്ഥാന ബജറ്റിന്റെ ഇത്തവണത്തെ ഫോക്കസ്. എന്നാൽ നിലവിലെ അവസ്ഥയിലും കേരളം ആകെ പാപ്പരായി എന്ന നിലയിലുള്ള പ്രചാരണം ശരിയല്ല എന്നാണ് KN ബാലഗോപാലിന്റെ പ്രതികരണം. കേന്ദ്രം ഈ വർഷം മാത്രം 50,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. തനത് നികുതി വരുമാനത്തിൽ വലിയ മുന്നേറ്റം നേടാനായതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാനായത്. കോവിഡ് കാലത്ത് 1.38 ലക്ഷം കോടിയായിരുന്നു ചിലവ്. തൊട്ടടുത്ത വർഷം 1.60 ലക്ഷം കോടിയായി. നടപ്പു വർഷം 1.70 ലക്ഷം കോടിയാകുമെന്നാണ് പ്രതീക്ഷ. 47,000 കോടിയായിരുന്ന നികുതി വരുമാനമാണ് 2 വർഷം കൊണ്ട് 71,000 കോടിയായി ഉയർന്നത്. ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്നതാണ്. നികുതി കാര്യത്തിൽ വർധനയുണ്ടെന്ന് കരുതി അതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല. സ്വർണത്തിൽ നിന്നുള്ള നികുതി മുൻപ് 5% സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നത് ഇപ്പോൾ 1.5% കുറഞ്ഞു. GSTക്ക് മുൻപ് 100 രൂപയുടെ സാധനത്തിന് 16% വരെ നികുതി കിട്ടിയിരുന്നു. ഇപ്പോൾ ഇത് 11% കുറഞ്ഞു. പക്ഷേ ഉപഭോക്താക്കൾക്ക് ഈ കുറവിന്റെ ഗുണഫലം കിട്ടിയില്ലെന്നും ധനമന്ത്രി പറഞ്ഞു.